ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ അടിപൊളി കിടക്കാശ്ശേരി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. ഞാൻ ഇന്നലെ പായ്ക്കൊക്കെ ഇട്ടാണല്ലോ, രാത്രിയിലാണെന്നല്ലോ 8-9 മണിയായി നമ്മുടെ തിരുവാതിരയൊക്കെ തുടങ്ങിയപ്പം കേട്ടോ. അപ്പോഴേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പെന്ന് വെച്ചാൽ എന്താണ്, മസാജിങ് ഓയിലാണ്. നിങ്ങൾ ഫങ്ഷനൊക്കെ പോകുന്നവരാണോ, തീർച്ചയായിട്ടും ഈ മസാജിങ് ഓയിലൊക്കെ ചെയ്ത് ഒന്ന് മസാജായി സുന്ദരിയും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മസാജിങ് ഓയിലാണ്. അപ്പോൾ അതിന് നമുക്ക് 3 ഐറ്റം വേണം. ഒരൈറ്റം ഇവിടെ പോയി, ദൈവം എടുത്തുകൊണ്ട് വന്നില്ലേ? ഉണ്ട്. അപ്പോൾ 3 ഐറ്റം മാത്രം മതി. ഏതൊക്കെയാണെന്ന് സുപ്പ് പറഞ്ഞു തരാം കേട്ടോ. ചെയ്ത് നോക്കണം. ഇത് എളുപ്പത്തിലുള്ള ഒരു കിടുക്കാച്ചി ഒരു മസാജിങ് ഓയിലാണ്. മസാജൊക്കെ ചെയ്തിട്ട് ഫങ്ഷനൊക്കെ പൊയ്ക്കുമോ, സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് പൊയ്ക്കുമോ. ഭാഗ്യത്തിന് എൻ്റെ ഈ ടിപ്പ് കാണിക്കാൻ ഇന്ന് ഇവനെ ഒരെണ്ണത്തിന് എനിക്ക് കിട്ടിയുള്ളൂ. നമ്മുടെ അണ്ണനോട് പറയണം, ഇതും കൂടെ ഉള്ളൂ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ വേണം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട തക്കാളിക്കുട്ടനെ വേണം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗ്ലിസറിൻ ചേട്ടനെയും എടുക്കണം. ഇത് 3 മാത്രം മതി നമ്മുടെ ഈ ഒരു കിടുക്കാച്ചി മസാജിങ് ഓയിൽ തയ്യാറാക്കാൻ. അപ്പം നമുക്ക് എടുക്കാം. ആദ്യം സുപ്പുവിൻ്റെ വീട്ടിൽ ഇന്ന് സാമ്പാറിൻ്റെ 1/4 തക്കാളിയൊക്കെ ഇട്ടുള്ളൂ. ചുമ്മാ പിള്ളേരെ ഞാൻ ഇന്നലെ പറഞ്ഞു 1 കിലോ തക്കാളി ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് തക്കാളി നീരാണ് വേണ്ടത്. തക്കാളിക്കുട്ടനെ അങ്ങോട്ട് എടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ എല്ലാം എടുത്തു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് അരിക്കാനൊന്നും പോകണ്ട, എന്തായാലും നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. നല്ല മുട്ടൻ തക്കാളിയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി നമുക്ക് ഗ്ലിസറിൻ ചേട്ടനെ എടുക്കാം. പിണങ്ങിയിരിക്കേണ്ട, രണ്ടാമതെടുത്തൊന്നും പറഞ്ഞ് പിണക്കാവോ എന്തോന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ എടുക്കുവാണ്. അപ്പോഴതേ ഗ്ലിസറിൻ എടുക്കണം. ഓയിലാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് എടുക്കേണ്ടത് വൈറ്റമിൻ ഇ കേട്ടോ. ഇത് നമ്മൾ ഒരു 10-15 എണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ചാൽ വല്ലപ്പോഴും ഒക്കെ നമുക്ക് എന്തിൻ്റെയെങ്കിലുമൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഇവനിട്ട് ഞാനൊരു കുത്തു കൊടുത്തപ്പോഴത്തേന് നോക്കിയപ്പോൾ ഒന്നുമില്ല. ഫുള്ള് നമ്മുടെ തിരുവാതിരയൊക്കെ ഒത്തിരിയും കിടന്നു കേട്ടോ. വീഡിയോ എല്ലാം എടുത്ത് മാറ്റി. അപ്പോഴത്തേ എന്തായാലും ഞാൻ കുത്തു കൊടുത്തു. നിങ്ങൾ കണ്ടോ എന്തോ എനിക്കറിയത്തില്ല. ഞാൻ കുത്തിയിട്ട് ഒഴിക്കാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല സംഭവം കേട്ടോ. അപ്പോഴത്തേ അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചില സമയത്തുണ്ടല്ലോ കുത്തിയിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും എടുത്തങ്ങ് ഒഴിക്കും. അത് എങ്ങോട്ടെങ്കിലും ഒക്കെ ചീറ്റിറിച്ചൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് തന്നെ നമ്മൾ ഒഴിക്കാൻ നോക്കണം കേട്ടോ. ഒരെണ്ണം മതി. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. കരിയിലൊക്കെ വാടി ഇവിടെ നിന്നെ മസാജ് ചെയ്യാടി വാടി. നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ കരിയിലക്കിളി ഉണ്ട്, അണ്ണാനുണ്ട്, അണ്ണാറക്കണ്ണന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും വെള്ളവും അരിയോ ചോറോ ഒക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. ചൂട് സമയമല്ലേ, അപ്പോഴേ കിളികൾക്കും പക്ഷി മൃഗാദികൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. അവർ കഴിച്ചിട്ട് പോട്ടെ. നമ്മൾ അന്നം കഴിക്കുന്നതിൻ്റെ കൂട്ടം അവർ ആഹാരമൊക്കെ കഴിച്ചിട്ട് പോട്ടെ കേട്ടോ. അതൊക്കെ നല്ലതാണ്. നല്ല കുട്ടികളുടെ നല്ല സ്വഭാവമാണ്. രാവിലെ നമ്മുടെ അണ്ണൻ ചായ കുടിച്ചില്ലേലും കഴിച്ചില്ലേലും അവർക്ക് കൊടുക്കും കേട്ടോ. ഞാൻ ചോദിക്കുമേ, നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ അച്ഛന്മാർ പറയത്തില്ലേ, നീ കഴിച്ചില്ലേലും നിൻ്റെ ഭാര്യമാരെ ഉടുപ്പിക്കണം കഴിപ്പിക്കണം എന്നൊക്കെ. അതുമാതിരിയാണ് നമ്മുടെ അല്ലൻ കേട്ടോ. എൻ്റെ കാര്യത്തിൽ ഈയിടെയായിട്ട് ഒരു ശ്രദ്ധത്തില്ലാതെ വന്നിരിക്കുകയാണ്. ആ സമരം ചെയ്യും കേട്ടോ. ഈയിടെയായിട്ട് എൻ്റെ കാര്യത്തിൽ ഒരു ഇതില്ല കേട്ടോ, ഒരു ഉഴക്കും മാതിരി കേട്ടോ. അത്ര ഉള്ളത്തില്ല, നമ്മൾ സമരം ചെയ്യും. അപ്പോഴേ നമ്മുടെ ഓയിലൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഒന്നുമില്ലല്ലോ, എളുപ്പ പരിപാടിയാണ്. മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. ഞാനിപ്പം കുളിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോൾ നല്ല ഇതായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ട്
ഇത്തിരി നേരം ഇത് തേച്ചങ്ങോട്ട് മസാജ് ചെയ്ത് 15 മസാജ് ചെയ്യുന്നത് ഒരു 5 മിനിറ്റൊക്കെ മസാജ് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഇത് ഒരു 15 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ചിരുന്നിട്ട് നമുക്കിത് ഉണ്ടാക്കണം കേട്ടോ. അടിപൊളി കിടുക്കാഴ്ചയാണ്. ഇപ്പോൾ എപ്പോഴും കാണിച്ചു തരുന്ന കിടുക്കാഴ്ച ഐറ്റങ്ങളാണല്ലോ. അപ്പോൾ ഇനി ഫങ്ഷന് പോകാൻ നേരം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇത് 3 സാധനം അങ്ങോട്ട് എടുത്ത് നിങ്ങളങ്ങോട്ട് മസാജൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പൊയ്ക്കോളി. അടിപൊളി. പെണ്ണുങ്ങളൊക്കെ ചോദിക്കുന്ന നേരം വിളക്ക് ഏത് പാർലറിലാണ് പോയത്, അപ്പോഴെന്തേലും അങ്ങ് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു പാർലർ നിങ്ങളുടെ ടൗണിലൊക്കെ നല്ല പാർലറുണ്ട്, അതിൻ്റെ പേരങ്ങ് തട്ടി വിട്ടോടാം കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു മൊണോലിസ എന്ന് പറയുന്ന ഒരു പാർലറുണ്ട് കേട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, മോക്ക് ത്രെഡ് ചെയ്യാൻ നാളെ പോയി. അപ്പോൾ നല്ല നമ്മൾ ചെന്നാൽ നല്ല ഇതാണ് കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു ഇത് നമുക്ക് ഇഷ്ടപ്പെടും. ഇവിടെ നമുക്ക് നല്ല ഒരു ഇതായിരുന്നു കേട്ടോ. പാർലറിലൊന്നും പോകണ്ട കേട്ടോ, പൈസ കൊടുത്തൊന്നും ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതേ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ ഒരു ഇച്ചിരി ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് മെനക്കെട്. എന്താ സൗന്ദര്യം തിരിച്ച് കിട്ടും. പഴയ സൗന്ദര്യമൊക്കെ ദേ 50 പൈസ ഉണ്ടെങ്കിൽ ഒരു 15-10 കുറയും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്, കള്ളത്തരമൊന്നുമില്ല. നിങ്ങൾ ചെയ്ത് നോക്കിയല്ലേ അതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് സൂപ്പർ വീണ്ടും ആവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് ഇതൊക്കെ നമ്മൾ പരത്തി ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. നേരെ ഇരിക്കാൻ നമുക്ക് എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇത് വലിയ പാടൊന്നുമില്ല തുടയ്ക്കാൻ. ചില്ലരം കൂടെ മസാജ് ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ ഒത്തിരി സമയം വീഡിയോ ആവുമെന്ന് വിചാരിച്ചാൽ അപ്പോഴും ഞാൻ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കാണിക്കും കേട്ടോ. മസാജൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്യണം, പതിയനെ മസാജൊക്കെ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. ഇരട്ടത്താടിയുള്ളവർക്കൊക്കെ ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് മസാജൊക്കെ ചെയ്യാം. ഇരട്ടത്താടി എൻ്റെ കവിളൊക്കെ പോയി കേട്ടോ. ഇപ്പം കവിളൊക്കെ പോയി, വണ്ണമൊക്കെ കുറഞ്ഞു. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് ഞാൻ, പ്രത്യേകിച്ച് മുഖത്തെ വണ്ണം പോയി. എന്നാൽ ആരോ എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു, അതിന് കവിളിലെ വണ്ണം എങ്ങനെ പോകുന്നത്, തെളിവാണ് സുപ്പ് കേട്ടോ. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കവിളിൻ്റെ വണ്ണമൊക്കെ പോയി. അപ്പോൾ ഇതേ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മസാജ് ചെയ്യുക നമ്മുടെ പുരിയത്തിൻ്റെ ഇവിടെയും കേട്ടോ. ഒത്തിരി സമയവും നിങ്ങൾ മസാജൊക്കെ അങ്ങ് തന്നെ ചെയ്തു കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം തന്നെ നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും കേട്ടോ. ഒരു ഇത് വൈറ്റമിൻ ഇ മതി കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട നമ്മുടെ മുഖത്ത്, ഒരെണ്ണം മതി. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് കാണാം. അങ്ങനെ ദേ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് 15 മിനിറ്റായി. നല്ല മഴക്കോള്. ഞാനുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷം. ഈ മഴക്കാറ് വരുമ്പോഴേ ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട. ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന വല്ലാത്തൊരു പണിയാണ്. രാവിലെയും വൈകിട്ട് നല്ല മഴക്കാറുണ്ട്. ഒന്ന് പെയ്തെങ്കിലും ഒന്ന് വെറുതെ നാശിക്കുകയാണ്. നല്ല മഴക്കോള് ഇവിടെ. ഞാൻ പോയി ഇതൊന്ന് കഴിയട്ടൊക്കെ വരട്ടെ. പെട്ടെന്നാണ് ഇത് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. തുടച്ച് എടുക്കാം. അങ്ങനെ ദേ നമ്മുടെ മസാജിങ് ഓയിലൊക്കെ ഇട്ട് ദേ അടിപൊളിയായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ്. നമുക്കറിയത്തില്ല, നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ തേച്ച് നമ്മൾ കാലും കൈയും മുഖത്തുമൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കത്തില്ലേ, അതുമാതിരി ഒരു അനുഭവമാണ്. അപ്പോഴേ ഈ നമ്മുടെ ഗ്ലിസറിൻ കുട്ടൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. നല്ല
സോഫ്റ്റായിട്ടിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ കുത്തുന്നതിന് സത്യം നമ്മളത് പാക്ക് ചെയ്ത് ഇങ്ങനെ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും കേട്ടോ, നന്നായിട്ട് സോഫ്റ്റ് ആവും സ്കിന്നെ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ ഒരു പിന്നെ എന്താ മസാജിങ് ഓയിൽ എന്താ ഗ്ലിസറിനും നമ്മുടെ വൈറ്റമിൻ ഇയും തക്കാളിക്കുട്ടനെയും ഒക്കെ ചേർത്ത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ മാത്രം ഇട്ടാൽ മതിയോ ഇങ്ങനെ? അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു പായ്ക്ക് കേട്ടോ. സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്നൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തോടെ സുപ്പു ഇന്നും പോവുകയാണ്. ഇത് നല്ല മഴക്കാറൊക്കെ ഉണ്ട്. ഇവിടെ സൂര്യനെ കാണാനേ ഇല്ല പിള്ളേരെ, സൂര്യനെ കാണാനേ ഇല്ല. അപ്പോൾ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് വന്നിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഫുള്ളിപ്പര മൊത്തം തുറച്ചിരുന്നു. ചവിട്ടികളെല്ലാം വാരിയിട്ട് മൊത്തത്തിൽ കഴുകി. അപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം പറക്കിയിട്ടെ എല്ലാം തോർന്നൊക്കെ വന്നു. നമ്മൾ രാവിലെ കഴുകിയിട്ടതാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്യാൻ പോകുന്നു. പെയ്തെങ്കിലും വെറുതെ ഒന്ന് ആശിച്ചു പോകും. എനിക്ക് ശരിക്കും വെള്ളം കോരാൻ വയ്യ കേട്ടോ. ഇന്ന് രാവിലെ ഒത്തിരി വെള്ളം കോരി ഒഴിച്ചു. നല്ല വെയിലായതുകൊണ്ട് നമുക്ക് തന്നെ സഹിക്കാൻ വയ്യ. അന്നേരം ചെടിയുടെ കാര്യമോ അല്ലേ? അപ്പോൾ ഈ പായ്ക്കൊക്കെ ചെയ്ത് നോക്കുമോ? നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. നല്ല അടിപൊളി ടിപ്പുമായിട്ടൊക്കെ നമുക്ക് നാളെ കാണണം. നേരെയാണോ? ഇത്ര ദൂരത്തായതുകൊണ്ട് അറിയാൻ വയ്യ. അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം കേട്ടോ. മഴ പെയ്തെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. അഥവാ ഇവിടെ പെയ്തില്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ. സുപ്പ് തിരക്കിയിരിക്കുക, ശരിക്ക് വെള്ളം കോരാൻ വയ്യ പാവ സുപ്പു എന്ന് പറയണം കേട്ടോ മഴയോട്. ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ നാട്ടിലോട്ടും പറഞ്ഞു വിടാം. ചല്ലി തുടങ്ങി കേട്ടോ. എൻ്റെ ചവിട്ടിയെല്ലാം നനയും. അപ്പോൾ എല്ലാം പറക്കിയിട്ട് ഇതേ ചന്നം പിന്നം മഴ പെയ്തു കേട്ടോ. എനിക്ക് സന്തോഷമായി. വെള്ളം വീണ് തുടങ്ങി കേട്ടോ.